ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ഫലം കാണാത്തത് കൊണ്ട് നിരാശ തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അതിന്റെ കാരണം പറഞ്ഞു തരുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് എസ്തർ ഹിഗ്സിന്റെ ആസ്ക് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ. നമ്മുടെ ഈ ബുക്ക് സമ്മറി സീരീസിലെ 4ാമത്തെ പുസ്തകമാണിത്. ചോദിക്കൂ, നിങ്ങൾക്ക് നൽകപ്പെടും എന്ന വാഗ്ദാനം എങ്ങനെയാണ് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ സ്വന്തം സന്തോഷം മറന്നുപോകുന്ന അമ്മമാർക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ പ്രപഞ്ചത്തോട് കൃത്യമായി ചോദിക്കണമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമ്മുടെ വികാരങ്ങൾ ഒരു കോമ്പസ് പോലെയാണ്. ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇമോഷണൽ ഗൈഡൻസ് സിസ്റ്റമാണ്. നമ്മുടെ വികാരങ്ങൾ ഒരു കോമ്പസ് പോലെയാണെന്ന് എസ്തർ ഹിഗ്സ് പറയുന്നു. നിങ്ങൾക്ക് സന്തോഷം, ആവേശം, സമാധാനം എന്നിവ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. മറിച്ച് നിങ്ങൾക്ക് പേടി, സങ്കടം, ദേഷ്യം അല്ലെങ്കിൽ നിരാശയാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹങ്ങളിൽ നിന്ന് അകലുകയാണ്. പലപ്പോഴും നമ്മൾ പണത്തിനു വേണ്ടി ആഗ്രഹിക്കും, പക്ഷേ നമ്മുടെ മനസ്സ് മുഴുവൻ പണമില്ലല്ലോ എന്ന സങ്കടത്തിലായിരിക്കും. ഈ സങ്കടം എന്ന വികാരം പ്രപഞ്ചത്തിന് നൽകുന്ന സിഗ്നൽ എനിക്ക് പണമില്ല എന്നാണ്. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കാൻ ആദ്യം വേണ്ടത് ആ കാര്യം ലഭിക്കുമ്പോഴുള്ള ആ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുക എന്നതാണ്. 3 ഘട്ടങ്ങൾ: ചോദിക്കുക, പ്രപഞ്ചം നൽകുക, സ്വീകരിക്കുക. ഈ പുസ്തകം മാനിഫെസ്റ്റേഷനെ 3 ലളിതമായ ഘട്ടങ്ങളായി തിരിക്കുന്നു. സ്റ്റെപ്പ് 1, യു ആസ്ക്. നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് പ്രപഞ്ചത്തോട് ചോദിക്കുക. ഇത് വാക്കുകളിലൂടെയോ ചിന്തകളിലൂടെയോ ആകാം. സ്റ്റെപ്പ് 2, യൂണിവേഴ്സ് ആൻസേഴ്സ്. പ്രപഞ്ചം ഉത്തരം നൽകുന്നു. ഇത് പ്രപഞ്ചത്തിന്റെ ജോലിയാണ്. നിങ്ങൾ ചോദിച്ച നിമിഷം തന്നെ പ്രപഞ്ചം അത് നിങ്ങൾക്കായി ഒരുക്കി വെക്കുന്നു. പക്ഷേ അത് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ 3ാമത്തെ ഘട്ടം നിർണായകമാണ്. സ്റ്റെപ്പ് 3, ദ അലോവിങ് സ്റ്റെപ്പ്. അനുവദിക്കുക. ഇത് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്ന ഘട്ടമാണ്. നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങളിലേക്ക് എത്താൻ അനുവദിക്കുക എന്നതാണ് ഇത്. അതായത് സംശയമില്ലാതെ സന്തോഷത്തോടെ അത് ലഭിക്കുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുക. സങ്കടപ്പെട്ടിരുന്നാൽ നിങ്ങൾ ആ വഴി അടച്ചു കളയുകയാണ് ചെയ്യുന്നത്. അടുത്തതായി, വൈബ്രേഷൻ മെച്ചപ്പെടുത്താനുള്ള വിദ്യകൾ. നമ്മുടെ മനസ്സിന്റെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ഈ പുസ്തകം 22 പ്രായോഗിക രീതികൾ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് ഇതാ. നിങ്ങൾക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങളെ നോക്കി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കുട്ടികളുടെ കുസൃതിയാകാം, നല്ലൊരു മഴയാകാം, അല്ലെങ്കിൽ ഇന്ന് കഴിച്ച രുചിയുള്ള ഭക്ഷണമാകാം. ഇത് നിങ്ങളുടെ വൈബ്രേഷൻ പെട്ടെന്ന് ഉയർത്തും. ദ ഫോക്കസ് വീൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പോസിറ്റീവായ വരികൾ ഒരു പേപ്പറിൽ സർക്കിൾ പോലെ എഴുതുക. ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ്. ദിവസവും ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ സ്വപ്ന ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നതായി ഭാവനയിൽ കാണുക. ഇത് വെറും സ്വപ്നമല്ല, മറിച്ച് പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ നൽകുന്ന കൃത്യമായ ഓർഡറാണ്. പിവറ്റിംഗ്. ചിന്തകളെ മാറ്റാം. വീട്ടിലെ തിരക്കുകൾക്കിടയിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തതോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കാരണം നമ്മൾ പെട്ടെന്ന് നെഗറ്റീവായി ചിന്തിച്ചു പോകാറുണ്ട്. ആ സമയത്ത് ഉപയോഗിക്കേണ്ട വിദ്യയാണ് പിവറ്റിംഗ്. ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഉടനെ തന്നെ സ്വയം ചോദിക്കുക, എനിക്ക് ഇത് വേണ്ടെന്ന് മനസ്സിലായി, അപ്പോൾ എനിക്ക് എന്താണ് വേണ്ടത്? ഉദാഹരണത്തിന്, കുട്ടികൾക്ക് സുഖമില്ല എന്ന സങ്കടം വരുമ്പോൾ എൻ്റെ മക്കൾക്ക് പൂർണ്ണ ആരോഗ്യം വേണം എന്ന ചിന്തയിലേക്ക് മനസ്സിനെ മാറ്റുക. ഇതാണ് പിവറ്റിംഗ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ആകർഷിച്ചതാണ്. അത് മാറ്റാനുള്ള ശക്തിയും നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ നിമിഷം മുതൽ സന്തോഷമായിരിക്കാൻ ശ്രമിക്കൂ. പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗത്ത് നമ്മൾ പരിചയപ്പെടുന്നത് സ്വയം സ്നേഹത്തിലൂടെ ജീവിതം മാറ്റാൻ പഠിപ്പിക്കുന്ന ലൂയിസ് ഹേയുടെ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന അത്ഭുത പുസ്തകമാണ്. ആ വീഡിയോ കാണാൻ മറക്കരുത്. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള അമ്മമാർക്ക് കടന്നു വരാം. സന്തോഷത്തോടെ ഇരിക്കൂ, പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമുണ്ട്. താങ്ക് യു.